പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലം ആശ വെച്ചിട്ട് വാങ്ങിയൊരു സാധനമാണ് ഈ വിൻറ്റേജ് സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ എല്ലായിടത്തും ഈ വിൻറ്റേജ് സെറ്റൊക്കെ കണ്ടിട്ട് എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു ഈ ഒരു വിൻറ്റേജ് സെറ്റ്. അപ്പോൾ അത് വാങ്ങി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കാണിച്ചു തുടങ്ങിയാലോ. ഫസ്റ്റ് ആയിട്ട് ഇതിലുള്ളത് ഒരു ബുക്കാണ് കേട്ടോ. ഈ ബുക്കിന് പൊതി വരുന്നുണ്ട്. പൊതി ഇല്ലാതെ കാണാനാണ് ഭംഗി എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ബുക്ക് പറഞ്ഞത്. ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ബുക്കാണ്. ഗ്രിഡ് ലൈൻസ് വരുന്നൊരു ബുക്കാണ് കേട്ടോ. വിൻറ്റേജിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബുക്കാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് വിൻറ്റേജ് ചാനലാണ്. ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് പലതരം കളേഴ്സും ഇതിൽ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലുള്ളത് മെമോ പാഡാണ്. അങ്ങനെ മെമോ പാഡിൽ ഇതിൽ എല്ലാം 20 ഷീറ്റാണ് വരുന്നത്. 3 ടൈപ്പ് മെമോ പാഡാണ് ഇതിൽ ഉള്ളത്. ഇതാണ് കേട്ടോ ഇതിൽ മെമോ പാഡ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുമ്പോഴും വിൻറ്റേജ് ചാനലൊക്കെ ചെയ്യുമ്പോഴും നല്ല ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സംഭവമാണ്. കുറേ ഉണ്ട് ഇതിൽ. നല്ല അടിപൊളി ക്വാളിറ്റി സംഭവങ്ങളാണ്. എല്ലാം ഇതിൽ ക്വാളിറ്റി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ക്രാപ്പ് ബുക്കിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതിൽ കലണ്ടർ സ്റ്റിക്കേഴ്സാണ്. കലണ്ടറിൽ ഡേറ്റ് ഉള്ള സ്റ്റിക്കേഴ്സാണ്. 1 മുതൽ 31 വരെയുള്ള സ്റ്റിക്കേഴ്സ് ഇതിലുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ തുടങ്ങിയാൽ പിന്നെ 31 കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിലുള്ള 31 സ്റ്റിക്കേഴ്സ്. കുറേ ഉണ്ട്. 31 ഉണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ ഇതിൽ 31 ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിലുള്ള ഡേറ്റ് സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഇതും കൂടാതെ കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇതേപോലൊരു ലെറ്റർ കാർഡാണ്. ജേണലൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ ലെറ്റർ കാർഡ്. ലാസ്റ്റിക് ഇട്ടൊക്കെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ അതിൽ വാഷി ടൈപ്പാണ്. 2 ടൈപ്പ് വാഷി ടൈപ്പാണ് ഇതിലുള്ളത്. ബ്രൗണും പിന്നെ ഒരു വിൻറ്റേജ് ആയിട്ടുള്ളതും. പിന്നെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ഇത് 2 ആയിരുന്നു. ഇങ്ങനത്തെ ഒന്നും. പിന്നെ ഇതുപോലത്തെ ഒരു സർക്കിളും. പിന്നെ ഇതുപോലത്തെ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 2 ഒട്ടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെയാണ്. സർക്കിളും പിന്നെ ഒരു സ്ക്രാപ്പായിട്ടുള്ളതും കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സ്റ്റിക്കേഴ്സ്. നെക്സ്റ്റ് ആയിട്ട് ഇതിലുള്ളത് സ്റ്റാമ്പ്സ് ആണ്. സ്റ്റാമ്പ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിലുള്ള സ്റ്റാമ്പ്സ്. വിൻറ്റേജ് ആയിട്ടുള്ള സ്റ്റാമ്പ്സ് തന്നെയാണ്. അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് സ്മോൾ സൈസ് പാറ്റേൺ പേപ്പറാണ്. സ്മോൾ സൈസ് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ സൈസിലെ പാറ്റേൺ പേപ്പർ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ പാറ്റേൺ പേപ്പർ. പിന്നെ മീഡിയം സൈസിലുള്ളതാണ് ഈ കാണുന്നതൊക്കെ. മീഡിയം സൈസ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം സൈസിലെ പേപ്പർ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇതിൽ ലാസ്റ്റ് വണ്ണാണ് ബിഗ് പാറ്റേൺ പേപ്പർ. ഫുള്ള് വലിയ പാറ്റേൺ പേപ്പറാണ് കേട്ടോ അതിലുള്ളത്. ഇതൊക്കെയാണ് അതിലത്തെ പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇതിലുള്ള സാധനങ്ങൾ. ഇതുകൊണ്ടൊക്കെ പാടല്ല ഒരു ജേണൽ വീഡിയോ നമ്മൾ വിടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിരിക്കുമ്പോൾ ബൈ.